നമസ്കാരം. ഇറാനുമായുള്ള കരാറിനെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങളെ തള്ളി ഇറാൻ. ട്രംപിൻ്റെ പ്രസ്താവനകൾ നുണയാണെന്നാണ് ഇറാൻ്റെ വിമർശനം. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായതായും ബാക്കി ഉടൻ പരിഹരിക്കപ്പെടുമെന്നും US അംബാസഡർ സെർജിയോ ഗോർ അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനവും ഏർപ്പെടുത്തുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനുമായുള്ള കരാറിനെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങളെ തള്ളി ഇറാൻ. ഇറാന്റെ പരിഗണനയിലുള്ളതും US അവതരിപ്പിച്ചതുമായ കരട് കരാർ നിബന്ധനകൾ പ്രതിഫലിക്കാത്തതും നേരിൻ്റെയും നുണയുടെയും മിശ്രിതമാണെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും സമാധാന കരാറിൻ്റെ കരടിൽ അത്തരമൊരു വ്യവസ്ഥ ഇല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ഇറാന്റെ സ്വന്തം സുരക്ഷാ ക്രമീകരണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമായി മാത്രമായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നികുതി ഈടാക്കില്ലെന്ന ട്രംപിൻ്റെ വാദവും ഇറാൻ നിഷേധിച്ചു. $12 ബില്യൺ ഇറാനിയൻ ആസ്തികൾ ഉടനടി ലഭ്യമാക്കുന്നതാണ് ചർച്ചയിലെ പ്രധാന വിഷയമെന്ന് ഇറാൻ അറിയിച്ചു. ഇത് നടപ്പാക്കാതെ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായതായും ബാക്കിയുടൻ പരിഹരിക്കപ്പെടുമെന്നും US അംബാസഡർ സെർജിയോ ഗോർ അറിയിച്ചു. ഡൽഹി IIT സംഘടിപ്പിച്ച US ഇന്ത്യ ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ പുതിയ ദിശയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വരും ആഴ്ചകളിൽ തന്നെ ഈ സുപ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നും ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കരാറിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ ചീഫ് ട്രേഡ് നെഗോഷിയേറ്ററുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കുമെന്നും ഗോർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ വ്യാപാര ചർച്ചകളുടെ തുടർച്ചയാണിത്. വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യാന്തര തലത്തിൽ വിമാന ഇന്ധന വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിമാന ഇന്ധന വിലയിൽ 121% വർധനവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വ്യോമഗതാഗത അസോസിയേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ യാത്രക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ധനവില കുതിച്ചതോടെ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവുണ്ടാവുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഈ ഏപ്രിൽ ആയപ്പോഴേക്കും ഇന്ധനവില ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷവും വ്യോമപാതകളിലെ നിയന്ത്രണങ്ങളുമാണ് വിമാന കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ പല സർവീസുകളും ഇതിനകം തന്നെ റദ്ദാക്കേണ്ടി വന്നത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു. അയാട്ടയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലും വിമാന സർവീസുകളുടെ ഡിമാൻഡിലും 3.46% കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ യുദ്ധം നേരിട്ട് ബാധിച്ച മിഡിൽ ഈസ്റ്റിലെ വിമാന കമ്പനികളുടെ ഡിമാൻഡിൽ 46.6% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വ്യോമഗതാഗത മേഖലയിലെ ഈ കടുത്ത അനിശ്ചിതത്വം പ്രവാസികളുടെ യാത്രാ ബജറ്റുകളെ താളം തെറ്റിക്കും. ഗൾഫ് മേഖലയിലെ സ്കൂളുകൾ പൂട്ടി വേനലവധിക്കാലം ആരംഭിക്കുന്നതോടെ കുടുംബസമേതം നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ വർധന കനത്ത പ്രഹരമാകുന്നത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ 17 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ 2.04% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മക്ക റൂട്ട് പദ്ധതി പ്രയോജനപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ 23.7% ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തീർത്ഥാടകർക്കായുള്ള വിവിധ സേവന സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രവേശന കവാടങ്ങളിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സാധിച്ചതാണ് ഈ വർഷത്തെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത്. ഖത്തറിൽ എൻട്രി വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ അവസാനിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം. വിസകൾക്ക് താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്ന നടപടിയാണ് നിർത്തലാക്കിയത്. ജൂൺ 7 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എൻട്രി വിസകൾക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്നത്. മാർച്ച് 3 മുതലാണ് വിസ കാലാവധി നീട്ടി നൽകുന്ന നടപടി മന്ത്രാലയം ആരംഭിച്ചത്. ഈ ആനുകൂല്യമാണ് നിർത്തലാക്കുന്നത്. രാജ്യത്ത് കാലാവധി കഴിഞ്ഞതോ അവസാനിക്കാറായതോ ആയ എല്ലാത്തരം എൻട്രി വിസകൾക്കും നൽകിയിരുന്ന ഇളവുകൾ നിർത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. മെയ് 29-ന് പോർട്ടൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്ക് സുതാര്യവും തടസ്സമില്ലാത്തതുമായ രീതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമൊരുക്കുന്നതിനാണ് ഈ തീരുമാനമെന്ന് CBSE അറിയിച്ചു. പുനർമൂല്യനിർണ്ണയം കഴിഞ്ഞ് തങ്ങളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ഇതിനോടകം അപേക്ഷിച്ചു വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും മാർക്ക് പുനർമൂല്യനിർണ്ണയത്തിനുള്ള സൗകര്യം ലഭിക്കുക. 50 വയസ്സ് കടന്ന സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകർ സ്ഥാനക്കയറ്റത്തിന് വകുപ്പ് തല പരീക്ഷകൾ എഴുതേണ്ടില്ലെന്ന ഇളവിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി അധ്യാപകരും അർഹരെന്ന ഹൈക്കോടതി. നിയമന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യതകളും ചുമതലകളും സമാനമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് PM മനോജിൻ്റെ ഉത്തരവ്. സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് വകുപ്പുതല പരീക്ഷയിൽ അനുവദിച്ച ഇളവിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ് 2017 മുതൽ ഇൻക്രിമെൻറ്റും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിച്ചതും 2019 മാർച്ചിൽ വിരമിച്ചപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ മുഴുവനായി നൽകാത്തതും ചോദ്യം ചെയ്താണ് കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് കാൻഡിലെ P12 മുംബൈയിൽ പുറത്തിറങ്ങി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അലിബാഗ്, എൽഫ്രാം ഗുഹകൾ എന്നിവയ്ക്കിടയിൽ വേഗതയേറിയതും സുഗമവും മലിനീകരണമല്ലാത്തതുമായ ജലയാത്രയാണ് ലക്ഷ്യം. പറക്കുന്ന ബോട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന് സമാനമായ രീതിയിൽ ജലഗതാഗതം ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്ര സർക്കാർ ഹൈടെക് ബോട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വീഡിഷ് നിർമ്മാതാക്കളായ കാൻഡിലെ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് ബോട്ടാണിത്. വേഗതയേറിയതും സുഗമവും മലിനീകരണമല്ലാത്തതുമായ ജലയാത്രയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും 2 പ്രധാന റൂട്ടുകളായ അലിബാഗിലേക്കും എംഫ്നർ ഗുഹകളിലേക്കും ഈ ബോട്ടുകൾ സർവീസ് നടത്തും. ഇതോടെ 1 മണി വാർത്ത അവസാനിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.